ബാംഗ്ലൂർ സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ്സിൽ കയറി ഹാസനിലേക്ക് ടിക്കറ്റ് എടുത്തു. ബസ്സിൽ കണ്ടക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ തന്നെയായിരുന്നു ടിക്കറ്റ് തന്നത്. മംഗലാപുരത്തേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേ, വലിയ തിരക്കൊന്നും റോഡിൽ കാണുന്നില്ല. ഹാസനിൽ നിന്നും വേലൂരിലേക്ക് ബസ് മാറിക്കയറി. വേലൂർ സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 2-3 മിനിറ്റ് ദൂരം നടന്നപ്പോഴേക്കും ക്ഷേത്രഗോപുരം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ചെറുതായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രഗോപുരം കടന്നു. അന്തരീക്ഷത്തിൽ കാർമേഘം നിറഞ്ഞിരിക്കുന്നു. അല്പം മുമ്പ് പെയ്തുപോയ മഴ വിശാലമായ മുറ്റത്ത് പതിച്ച കല്ലിൽ നനവ് ചാർത്തിയിരിക്കുന്നു. 42 അടി ഉയരവും 15 ടൺ ഭാരവുമുള്ള ശിലയിൽ തീർത്ത ഗ്രാവിറ്റി പില്ലർ എങ്ങനെ മറിഞ്ഞു വീഴാതെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു അതിശയമായി അവശേഷിക്കുന്നു. വിഷ്ണുവർദ്ധനൻ്റെ പത്നിയായ ശാന്തലാദേവിയുടെ നിർദ്ദേശത്താൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് നേരെ തെക്കുവശത്തുള്ളത്. കപ്പെ ചെന്നിഗരായ ക്ഷേത്രം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വലിയ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ പ്രധാന ക്ഷേത്രം കൂടാതെ മറ്റ് ചെറിയ ക്ഷേത്രങ്ങൾ കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. AD 1116 വിഷ്ണുവർദ്ധനൻ്റെ കാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയതെങ്കിലും മകൻ്റെ കാലത്താണ് അത് പൂർത്തിയായത്. ആകെ 103 വർഷം വേണ്ടിവന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. വീരനാരായണ ക്ഷേത്രവും സൗമ്യമുഖി ക്ഷേത്രവും രംഗനായകി ക്ഷേത്രവും ഇതിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. എത്രയോ ഉത്സവങ്ങളുടെ സംഗമങ്ങൾ ഈ മുറ്റത്ത് കഴിഞ്ഞുപോയിരിക്കുന്നു. കടഞ്ഞെടുത്ത ശില്പത്തൂണുകളാൽ നിർമ്മിതമായ മണ്ഡപങ്ങൾ ഇവിടെ നിരവധിയാണ്. പ്രധാന ക്ഷേത്രത്തിൻ്റെ പുറംചുവരുകളിലെ പല ശില്പങ്ങളും അംഗഭംഗം സംഭവിച്ചവയാണ്. അനേകം ആക്രമണങ്ങളെ നേരിട്ട ചരിത്രം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അനേകം കോണുകളോടുകൂടി നക്ഷത്രാകൃതിയിലാണ് ഈ ചുവരുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ശില്പങ്ങളെല്ലാം തന്നെ പുറമെ വെച്ച് ഉണ്ടാക്കിയ ശേഷം ചുമരിൽ ഘടിപ്പിച്ചതാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ശാലഭഞ്ജികമാരും നർത്തകിമാരും വാദ്യഘോഷങ്ങൾ മുഴക്കുന്നവരും ഈ ചുവരുകളെ അലങ്കരിക്കുന്നതായി കാണാം. കമ്പിയോ സിമൻറ്റോ ഇല്ലാതിരുന്ന അക്കാലത്ത് ശിലകളാൽ തന്നെ നിർമ്മിക്കപ്പെട്ട ദണ്ഡുകൾ ഉപയോഗിച്ചാണ് ഇവ സൂക്ഷ്മമായി ചുമരിനോട് ചേർത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ മെഴുകുറ്റ ശില്പങ്ങൾ. പ്രഗത്ഭരായ അനേകം ശില്പികൾ ചേർന്നാണ് ഈ മനോഹര ശില്പങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്ന തെക്കുഭാഗത്തെ കവാടത്തിനിരുവശത്തുമായി ഹോയ്ശാലരുടെ അടയാള ശില്പം കാണാം. ശാല എന്ന ഒരു യുവാവ് ധീരമായി ഒരു സിംഹത്തെ കീഴടക്കുന്നതാണ് ഇതിന് പിന്നിലെ ചരിത്രം. ശ്രീകോവിലിനകത്ത് നടുഭാഗത്തായി മച്ചിൽ അതിസൂക്ഷ്മമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അനേകം ശില്പങ്ങളുടെ ഒരു സമുച്ചയം തന്നെ കാണാവുന്നതാണ്. വളരെ വിദഗ്ധമായാണ് ഇവ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. ഹോയ്ശാലർ അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പൂജ നടക്കുന്നത് ഇവിടെ മാത്രമാണ്. 887 വർഷമായി രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഇവിടെ പൂജ നടത്തിവരുന്നു. പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് കടന്നു. ക്ഷേത്രത്തിന് മുന്നിലായി പടമെടുക്കുന്നവരുടെ തിരക്കാണ്.